റൈറ്റ് ഗൈസ്, അങ്ങനെ സ്റ്റാറ്റ്സ് വെച്ച് നോക്കുമ്പോൾ പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിൽ യുണൈറ്റഡിന്റെ ഏറ്റവും വേഴ്സ്റ്റ് മാനേജർ സാക്ഡ് ആയിരിക്കുന്നു. സോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ആൻഡ് നിങ്ങൾ ഈ ചാനലിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ആൻഡ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് റൂബൻ അമോറിം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ മാനേജർ റൂബൻ അമോറിമിനെ ലീഡ്സ് ആയിട്ടുള്ള 1-1 ഡ്രോ ചെയ്തിട്ട് സാക്ക് ചെയ്തിരിക്കുന്നു. ഈ ന്യൂസ് ഞാൻ കേട്ടപ്പോൾ ഞാൻ ആക്ച്വലി സർപ്രൈസ്ഡ് ആയി. അമോറിമിനെ സാക്ക് ചെയ്യാനാണെങ്കിൽ യുണൈറ്റഡിന് ഇതിനെക്കാട്ടും എന്തോരം നല്ല ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഈ സീസൺ തന്നെ നോക്കുവാണെങ്കിൽ ബ്രൻഫോർഡ് ആയിട്ടുള്ള ഡിഫീറ്റോ അല്ലെങ്കിൽ മാൻ സിറ്റി ആയിട്ടുള്ള ഡിഫീറ്റോ കണ്ടിട്ട് വേണമെങ്കിൽ അമോറിമിനെ സാക്ക് ചെയ്യായിരുന്നു. സോ എന്തിനായിരിക്കും അവർ ഇപ്പോ അമോറിമിനെ സാക്ക് ചെയ്തത്? അതാണ് ഈ വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോണത്. അതിനൊപ്പം തന്നെ നമ്മൾ അമോറിന്റെ യുണൈറ്റഡ് കരിയർ ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കും, പുള്ളിയുടെ മിസ്റ്റേക്സും ആൻഡ് ഒരു ബോണസ് ആയിട്ട് യുണൈറ്റഡിന്റെ അടുത്ത മാനേജർ ആരാന്ന് ഞാനൊന്ന് ഗസ് ചെയ്യാൻ നോക്കാം. സത്യം പറഞ്ഞ യുണൈറ്റഡിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് പോലും അറിയണ്ടാവില്ല അടുത്തത് ആരാ അപ്പോയിന്റ് ചെയ്യണമെന്ന്. എനിവേസ്, പോയിന്റ് നമ്പർ 1, റൂബൻ അമോറിന്റെ ഓവറോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കരിയർ 2024-25 സീസണിൽ എറിക് ടെൻ ഹാഗിന്റെ റൂട്ട് വാൻ നിസ്റ്റൽറോയുടെ മാനേജ്മെന്റ് ആയിട്ടാണ് യുണൈറ്റഡ് റൂബൻ അമോറിമിനെ അപ്പോയിന്റ് ചെയ്യണത്. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ November 1, 2024. ആൻഡ് ഓൾമോസ്റ്റ് 1.25 വർഷമാണ് അമോറിം യുണൈറ്റഡിനെ മാനേജ് ചെയ്തത്. ആൻഡ് ഈ 1.25 വർഷത്തിൽ പുള്ളിയുടെ സ്റ്റാറ്റ്സ്, ഓ മൈ ഗോഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാറ്റ്സ് വൈസ് മാത്രം നോക്കുകയാണെങ്കിൽ അമോറിമാണ് യുണൈറ്റഡ് ഹിസ്റ്ററിയിലെ, അതായത് യുണൈറ്റഡിന്റെ പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിലെ ഏറ്റവും വേഴ്സ്റ്റ് മാനേജർ. അമോറിം 47 ഗെയിംസിൽ യുണൈറ്റഡിനെ മാനേജ് ചെയ്തു. ആൻഡ് ആ 47 ഗെയിംസിൽ പുള്ളി ജയിച്ചതിനെക്കാട്ടും കൂടുതൽ ഡിഫീറ്റ്സ് ആയിരുന്നു. 15 വിൻസ്, 13 ഡ്രോ ആൻഡ് 19 ഡിഫീറ്റ്. ആൻഡ് ഓവറോൾ വിൻ പെർസെന്റേജ് 31.7% മാത്രമായിരുന്നു. യുണൈറ്റഡിന്റെ വേറെ പ്രീമിയർ ലീഗ് മാനേജേഴ്സ് ആയിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ടോപ്പിൽ സർ അലക്സ് ഫെർഗ്യൂസൺ ആയിരിക്കും വിത്ത് 65.2%. അത് കഴിഞ്ഞിട്ട് ജോസെ മൊറീനോന് 53.8% ഉണ്ട്. വാൻ ഹാളിനും ടെൻഹാഗിനും ഓലെ ഗണ്ണർ സോൾഷാറിനും 51% ആണ്. ആൻഡ് ഫൈനലി ഡേവിഡ് മോയസിന് 50%. ഈ സ്റ്റാറ്റ്സ് പറയണ പോലെ ശരിക്കും അമോറിം അത്ര ഹൊറിബിൾ മാനേജർ ആണോ? എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്യാനില്ല. അമോറിം നല്ലൊരു ടാലന്റഡ് മാനേജർ ആണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷെ യുണൈറ്റഡിലെ പുള്ളി ആദ്യം വന്നപ്പോ പുള്ളിയുടെ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പ്ലേയേഴ്സ് പുള്ളിക്ക് ഉണ്ടായിരുന്നില്ല. ആൻഡ് ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞിട്ട് പ്ലേയേഴ്സിനെ കിട്ടിയപ്പോ തന്റെ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ടൈം പുള്ളിക്ക് ഉണ്ടായിരുന്നില്ല. കൂനിയം എംബൂയിമോ ആണ് ഈ സീസണിൽ യുണൈറ്റഡിന്റെ 2 സ്റ്റാൻഡ് ഔട്ട് പ്ലേയേഴ്സ്. ക്ലീൻ ഷീറ്റ്സ് കുറവാണെങ്കിലും ലേമൻസും ഒരു നല്ല സൈനിങ് ആണ്. ആകെ ബെഞ്ചമിൻ സെസ്കോ മാത്രമാണ് ടീമായിട്ട് അങ്ങ് ജെല്ലാവാത്തത്. പക്ഷെ എനിക്ക് സെസ്കോന്റെ ഫ്യൂച്ചർ ആലോചിച്ച് വലിയ പേടിയൊന്നുമില്ല. എനിക്ക് ഉറപ്പാണ് പുള്ളി ഒരു നല്ല പ്ലെയർ ആണെന്ന്. സോ അമോറിന്റെ സൈനിങ്സ് എല്ലാം ഏതാണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ്, റൂബൻ അമോറിന്റെ മിസ്റ്റേക്സ്. എന്തൊക്കെയായിരുന്നു അമോറിന്റെ മിസ്റ്റേക്സ് എന്ന് നിങ്ങൾ ഒരു യുണൈറ്റഡ് ഫാനോട് ചോദിച്ചാൽ വേണമെങ്കിൽ ആ യുണൈറ്റഡ് ഫാനിന് ഈസി ആയിട്ട് ഒരു 10-20 മിസ്റ്റേക്സ് എങ്കിലും നെയിം ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് പുള്ളി പ്രീമിയർ ലീഗിലേക്ക് അഡാപ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു അമോറിം കളിക്കാൻ പോണത് ഒരു 3-4-2-1 ഫോർമേഷനിലാണെന്ന്. പക്ഷെ പുള്ളി ഇത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് ആ ഫോർമേഷനിൽ പിടിച്ചിരിക്കുന്നുള്ളത് ആരും എക്സ്പെക്ട് ചെയ്തില്ല. കഴിഞ്ഞ സീസൺ ആ ഫോർമേഷൻ കളിക്കാനുള്ള പ്ലെയേഴ്സ് ഇല്ലാഞ്ഞിട്ടും അമോറിം ചേഞ്ച് ചെയ്തില്ല. അമോറിം അത് തന്നെ സ്ട്രോങ് ആയിട്ട് ഇരുന്നു. ആൻഡ് അത് കാരണം തന്നെ പല പ്ലെയേഴ്സിന്റെ പെർഫോമൻസ് എഫക്റ്റഡ് ആയി. ആൻഡ് ഫൈനലി ടീമും സ്ട്രഗിൾ ചെയ്തു. ലോകത്തിലെ എല്ലാ മാനേജേഴ്സിനും ഒരു ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. ആൻഡ് അത് വെച്ചായിരിക്കും അവർ ടീമിനെ ബിൽഡ് ചെയ്യണത്. പക്ഷെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ടീമിന്റെ ആ സിസ്റ്റം അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റണം. അതാണ് ഒരു ടോപ്പ് മാനേജറും ഒരു നോർമൽ മാനേജറുമായിട്ടുള്ള വ്യത്യാസം. ആൻഡ് ആർക്ക് വേണ്ടിയും ചേഞ്ച് ചെയ്യില്ല എന്നുള്ള ഈ ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അമോറിന്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്സ്. നമുക്ക് 2 ടോപ്പ് മാനേജേഴ്സിന്റെ എക്സാമ്പിൾസ് എടുത്ത് നോക്കാം. സർ അലക്സ് ഫെർഗ്യൂസനും പെപ് ഗാർഡിയോളയും. രണ്ടുപേരുടെ ടീംസിനും ഓരോ ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. തന്റെ ടീം എപ്പോഴും ഫ്രണ്ട് ഫുട്ടില് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കണം എന്നാണ് ഫെർഗിയുടെ പ്രിൻസിപ്പിൾ. ആൻഡ് ഗാർഡിയോളയുടെ കാര്യത്തിലാണെങ്കിലോ ബോൾ റിട്ടൻഷനും പാസിംഗും മൂവ്മെന്റ് ഒക്കെയാണ് ഫുട്ബോളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് ബിലീവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് തന്റെ ടീമിന്റെ ടാറ്റിക്സ് മാറ്റിക്കൊണ്ടേയിരുന്നു. ആൻഡ് ഈ സെയിം കാര്യത്തിലാണ് അമോറിം ഫെയിൽ ആയതും. ഇനി തേർഡ് പോയിന്റ്, വൈ ഡിഡ് യുണൈറ്റഡ് സാക്ക് റൂബൻ അമോറിം? ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതിനു മുമ്പ് അമോറിമിനെ സാക്ക് ചെയ്യാൻ യുണൈറ്റഡിന് പല ചാൻസസ് ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ സാക്ക് ചെയ്തില്ല. പിന്നെ എന്തുകൊണ്ട് ഈ സമയത്ത് സാക്ക് ചെയ്തു? ഇതിനും ഒരു കാരണമുണ്ട്. ഒഫീഷ്യലി വന്ന റിപ്പോർട്ട് അമോറിമിന്റെ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിട്ടാണ് യുണൈറ്റഡ് അമോറിമിനെ സാക്ക് ചെയ്യാൻ ഡിസൈഡ് ചെയ്തതെന്നാണ്. ആൻഡ് ഇതാണ് അമോറിമിന്റെ പ്രസ് കോൺഫറൻസിന്റെ ഒരു കോപ്പി.
ഞാൻ ഇതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു നോക്കിയാൽ അമോറിം ഫ്രസ്ട്രേറ്റഡ് ആയതൊന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ എന്റെ ഒപ്പീനിയനിൽ ഇതിനേക്കാൾ ഹൊറിബിൾ കാര്യങ്ങൾ അമോറിം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ട്. റാഷ്ഫോർഡിനെയും ഗാർനാച്ചോനെയും കോബി മൈനുനെയൊക്കെ കൊന്നിടുന്ന രീതിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ് റൂബൻ അമോറിം. ആ സിറ്റുവേഷനും ഈ സിറ്റുവേഷനിലെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ അമോറിം യുണൈറ്റഡിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്തത്. സ്പോർട്ടിംഗ് ഡയറക്ടറായ ജെയ്സൺ വിൽകോക്സിനെയും ഒമാർ ബറേഡേനെയും നല്ല രീതിക്ക് അമോറിം പറഞ്ഞിട്ടുണ്ട്. തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്തപ്പോ താനൊരു ഹെഡ് കോച്ച് ആയിട്ടല്ല ഒരു മാനേജർ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നാണ് അമോറിം ഫസ്റ്റ് പറഞ്ഞത്. ഞാൻ ഒരു നോർമൽ ആളെ ചിന്തിക്കും ഈ ഹെഡ് കോച്ചും മാനേജറും ഏതാണ്ട് ഒരു സംഭവം തന്നെയല്ലേ എന്ന്. പക്ഷെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. മാനേജറിന് ഒരു ഹെഡ് കോച്ചിനെക്കാട്ടും ഒരു ഫുട്ബോൾ ക്ലബിൽ കൺട്രോൾ ഉണ്ടാവും. ആൻഡ് അമോറിന്റെ ആറ്റിറ്റ്യൂഡ് വെച്ച് കൺട്രോൾ വിട്ട് ഒരു കളിക്ക് പുള്ളി റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇതിന് തന്നെ നമുക്ക് മനസ്സിലാവും ബിഹൈൻഡ് ദ സീൻസ് അമോറിമും യുണൈറ്റഡിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുമായിട്ട് കുറെ ഇഷ്യൂസ് ഇങ്ങനെ ബിൽഡപ്പ് ആയിക്കൊണ്ടിരിക്കുവന്ന്. ആൻഡ് അത് കഴിഞ്ഞിട്ട് അമോറിം പറഞ്ഞത് താൻ തന്റെ പണി ചെയ്യണ പോലെ സ്പോർട്ടിംഗ് ഡയറക്ടറും റിക്രൂട്ട്മെന്റിന്റെ ആൾക്കാരും അവരുടെ പണി ചെയ്തിട്ടില്ല എന്നാണ്. എംബോയ്മോനെയും സെസ്കോനെയും കൂനിയനെയും കിട്ടിയെങ്കിലും തനിക്ക് വേണ്ട മിഡ്ഫീൽഡറിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്തില്ല എന്നും അമോറിം കുറെ പ്രാവശ്യം കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഓൾസോ ഇവിടെ തന്നെ മാനേജറായിട്ട് ഇരുന്നോളാന്ന് അമോറിം ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. 18 മാസത്തെ തന്നെ കോൺട്രാക്ട് കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലീവ് ചെയ്യാൻ അമോറിം റെഡിയാണെന്നും. ഞാൻ ഈ പ്രസ് കോൺഫറൻസ് കേട്ടത് വേറെ കുറെ പേര് പറഞ്ഞ കാര്യമാണ്. അമോറിം ഓൾറെഡി പുള്ളിയുടെ മൈൻഡിൽ ഡിസൈഡ് ചെയ്തു എനിക്ക് മടുത്തു, എനിക്ക് ഈ ക്ലബ്ബ് ലീവ് ചെയ്യണമെന്ന്. അതും കൊണ്ട് വേണമെങ്കിൽ എന്നെ സാക്ക് ചെയ്തോ എന്ന രീതിക്കാണ് ഈ പ്രസ് കോൺഫറൻസിൽ അമോറിം ഇരുന്നതെന്ന്. ആൻഡ് അവര് പറഞ്ഞാലും ഒരു കാര്യമുണ്ട്, ഒരിക്കലും നമ്മുടെ ഒരു ഓഫീസിലെ ഓണേഴ്സിനെ തെറി പറഞ്ഞിട്ട് ആ ഓഫീസിലെ എംപ്ലോയി ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ആൻഡ് അമോറിമിനും ഈ കാര്യം അറിയാം. എന്നിട്ടും യുണൈറ്റഡിന്റെ ഓണേഴ്സിനെ അമോറിം നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്തു. ആൻഡ് യുണൈറ്റഡിന്റെ ബോർഡ് ഇത് കണ്ട് 24 മണിക്കൂർ ആവുന്നതിന് മുമ്പേ പുള്ളിയെ സാക്കും ചെയ്തു. നൗ ലാസ്റ്റ് പോയിന്റ്, ഹൂ ഇസ് ദ നെക്സ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജർ? യുണൈറ്റഡ് പ്രീമിയർ ലീഗിൽ അടുത്തത് ഫേസ് ചെയ്യുന്നത് ബേൺലിനെയാണ്. ആൻഡ് ആ ഗെയിമിൽ യുണൈറ്റഡിനെ മാനേജ് ചെയ്യാൻ പോണത് ഡാരൻ ഫ്ലെച്ചർ ആയിരിക്കും. ആൻഡ് ഇപ്പൊ മാർക്കറ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ ആയിട്ടുള്ള മാനേജേഴ്സ് ആരാന്ന് നോക്കിയാൽ എനിക്കാകെ ഒറ്റ ആളുടെ പേരെ മനസ്സിൽ വരുള്ളൂ, ഷാവി ഹെർണാൻഡസ്. പെർഫോം ചെയ്യാണ്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ബാർസലോണനെ ഷാവി ടേക്ക് ഓവർ ചെയ്തിട്ട് ചാമ്പ്യൻസ് ആക്കി. ആൻഡ് ആ സെയിം സിറ്റുവേഷനാണ് യുണൈറ്റഡ് ഇപ്പൊ കിടക്കുന്നത്. ടീമിന് പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ ആ പൊട്ടൻഷ്യലിന് അത്രയും പെർഫോം ചെയ്യാനുള്ള. ആൻഡ് ചാവിക്ക് ഈ സിറ്റുവേഷൻ ഫിക്സ് ചെയ്യാൻ പറ്റും. വെൽ അറ്റ്ലീസ്റ്റ് അങ്ങനെയാണ് ഞാൻ ബിലീവ് ചെയ്യണത്. ക്രിസ്റ്റൽ പാലസിന്റെ മാനേജറായ ഒലിവർ ഗ്ലാസ്നറിനെ യുണൈറ്റഡ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ സീസന്റെ ഇടയിൽ ഇത് എത്രത്തോളം റിയലിസ്റ്റിക് ആവും എന്ന് എനിക്കറിയില്ല. പ്രോബബ്ലി ഗ്ലാസ്നറിനെയാണ് യുണൈറ്റഡ് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ സീസൺ കഴിയണവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ക്രിസ്റ്റൽ പാലസിന് ഒരു വലിയ ട്രാൻസ്ഫർ ഫീ കൊടുക്കേണ്ടി വരും ഗ്ലാസ്നറിനെ ഇപ്പൊ തന്നെ സൈൻ ചെയ്യാനായിട്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അമോറിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സാക്കിങ്ങിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? അത് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഓൾസോ നിങ്ങളുടെ ഒപ്പീനിയനിൽ ആരായിരിക്കണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അടുത്ത മാനേജർ? അതും കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് ആസ് ഓൾവേസ് സബ്സ്ക്രൈബ്.